എല്ലാ നാട്ടിലത്തെയും കേസാണിത്. നിർമ്മാണ മേഖലൻ്റെ വിഷയമാണ് ഈ കിടക്കുന്നത്. മെറ്റലാണ് ഈ വണ്ടികളൊക്കെ കാത്തുക്കണം കേട്ടോ. ഒരുവിധം ക്രസറുകളും കോറികളൊക്കെ പൂട്ടി ഇപ്പം മെറ്റലിനും കരിങ്കല്ലിനൊക്കെ ഓരോ ക്രസറിൽ വണ്ടികൾ ഇതേമാതിരി കെട്ടി കിടക്കണം. നമ്മൾ തുടക്കാറുണ്ട്. ചോറും ഇങ്ങോട്ട് കൊണ്ടുവന്നേ, പൊറാട്ടയും ബീഫൊക്കെ ഇട്ട് കൊണ്ടുവന്നേക്കാണ്. ഇവിടെ നിന്ന് തിന്നാം. ഹോട്ടലിൽ നിർത്തിയാണ്ട് ഇത് വെയ്ക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി കയറും മുന്നേക്ക്. അപ്പം എന്ത് ചെയ്യും, പിന്നെയും മെറ്റലിന് രാത്രിയാവും. ഇവിടെ 6 മണി വരെയല്ലേ കച്ചവടമുള്ളൂ. അങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെ കേട്ടോ. ക്രസറുകളും കോറികളൊക്കെ ഓരോന്നോരോന്ന് നിൽക്കണതിനനുസരിച്ച് വിലയും കൂടും, സാധനം കിട്ടൂല. ടിപ്പറാര അവസ്ഥയാണ് കേട്ടോ. മഴക്കാലത്ത് ഇത് ഓടൂല്ല, വേനൽക്കാലത്ത് ഇതേമാതിരി സാധനത്തിന് ഡിമാൻഡും വരും. പിന്നെ ഇപ്പം ഇതിൻ്റെ ഇടയിൽ ഏത് കാലത്തപ്പോൾ ഇത് ഓടുക? പള്ളിയിൽ കണ്ട വണ്ടികളൊക്കെ മെറ്റലെടുക്കണം കേട്ടോ. നമ്മുടെ വണ്ടിയൊക്കെ കണ്ടല്ലേ, 8ാമത്തെ വണ്ടിയാണ് മെറ്റലിനുള്ള വണ്ടികളാണ് ഈ കിടക്കണൊക്കെ കേട്ടോ. 3, 4, 5, അതിൻ്റെ അപ്പുറത്തൊന്ന് 6, 7, 8, 9, അവിടെ നിന്നാക്കണം 10, 11. ഒരു വണ്ടിക്ക് 1 മണിക്കൂർ വരും. അപ്പം എപ്പോഴും ഇവിടുന്ന് ഒരു ലോഡ് മെറ്റലിന് വന്നാൽ ഒരു ദിവസത്തെ കണക്കാണ്. അങ്ങനെയൊക്കെയാണ് ടിപ്പറുകാരെയും ഇതിൻ്റെയൊക്കെ അവസ്ഥയും കാര്യങ്ങളും കേട്ടോ. രണ്ട് ഡ്രൈവർമാർ ഇരിക്കണ്ടല്ലേ, പൊറാട്ടയും ചായയും കഴിക്കാണ്. ഇവിടെ കൊണ്ടുവന്ന് കഴിച്ചാൽ വണ്ടി മുന്നേക്ക് കയറൂല. അങ്ങനെ പാർസൽ വാങ്ങി പോകുന്നൊക്കെയാണ്. ഇതൊക്കെയാണ് അവസ്ഥകൾ അല്ലേ. മെറ്റലിനും ഇതിനൊക്കെ ഡിമാൻഡാണ്. ഒരു ദിവസമാണ് ഒരു മെറ്റലിന് ഒരു ലോഡിന് കണക്ക്. ഇന്നലെ ഒന്നാണ് പിരിഞ്ഞിട്ടില്ല ഇവിടെ. ഇന്നലക്കത്തെ വണ്ടി തന്നെ ഉണ്ട്. ഇപ്പൊ ഇതൊക്കെ കെട്ടിക്കാണ്ട് ഇത് കൊണ്ടുപോയി തട്ടുമ്പോൾ ഒരു ദിവസം കണക്കാണ്. ഓരോരോ ക്രസറും കോറിയൊക്കെ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെയാണ്. അതൊക്കെ പൊറാട്ട ഇതൊക്കെ തിന്നു. ഓക്കെ എന്നാ, ബൈ.